2 കൊരിന്ത്യർ 2:17. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ വചനത്തെ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്. അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗപ്പെട്ടവരെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. സ്വരമുയർത്തി പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവവചനത്തെ മായം ചേർത്ത് കച്ചവടം, ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ, ഈ കാലയളവിൽ ദൈവത്തിന്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്ത്, ലൂസ് ചെയ്ത്, ദൈവവചനത്തെ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകം മക്കൾ, അനേകം ശുശ്രൂഷകർ ഉള്ള കാലഘട്ടത്തിലാ. ഈ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മ ഏറ്റവും ശുദ്ധീകരിക്കുന്ന ദൈവമക്കളെ ചേർക്കണത്. സ്വരവർത്തി പറഞ്ഞ ഹല്ലേലൂയ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പൗലോസ് തിമോത്തിയോസിന് എഴുതി 2 തിമോത്തിയോസ് 4-ാം 2 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. വചനം പ്രസംഗിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവവചനം പ്രഘോഷിക്കണം. ഞാൻ പറയാം, കൊറോണ വന്നു, ഉക്രൈനിൽ ഇതാ യുദ്ധമുണ്ടായി. ഇത് ബൈബിള് പഠിപ്പിച്ചതാ. ദൈവവചനത്തെ വിശ്വസിക്കുന്ന മക്കൾക്ക് യുദ്ധമോ ദുരിതമോ ദുരന്തമോ ഭൂകമ്പമോ പകർച്ചവ്യാധിയോ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട്. രാജ്യം രാജ്യത്തിനും ജനം ജനത്തിനുമെതിരായി ചിരിക്കും, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകും, രാജ്യം രാജ്യത്തിനെതിരായി നിലനിൽക്കും. അനേകം പേരുടെ വിശ്വാസം കെട്ടുപോകുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് 2000 വർഷം മുമ്പ് വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. മറ്റു മനുഷ്യ ഗ്രന്ഥം പോലെയല്ല. ഇതിന് ആത്മാവ് ജീവനമുള്ളതാ വചനം. നാളെ നടക്കാൻ പോകുന്ന കാര്യം, ഇന്നലെ നടന്ന കാര്യവും ഇന്ന് നടന്ന കാര്യവും നാളെ നടക്കാൻ പോകുന്ന കാര്യവും വിശുദ്ധ ബൈബിളിലുണ്ട്. ഹല്ലേലൂയ. ഇത് മനുഷ്യനാൽ എഴുതപ്പെട്ടതല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ 1600 വർഷങ്ങൾക്ക് മുമ്പ് 40ഓളം പേരിലൂടെ അനേക സ്ഥലത്ത് നിന്ന്, അനേക രാജ്യങ്ങളിൽ ഇരുന്ന് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നിപ്പിച്ച് ചേർത്തത് വിശുദ്ധ ഗ്രന്ഥം. അത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ വചനം, ഇത് പ്രവാചക വചനമാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപാട് പുസ്തകവും സഖറിയ പുസ്തകവും മത്തായി 24-ാം അധ്യായം ലൂക്കാ സുവിശേഷം 21-ാം അധ്യായം ഒക്കെ പ്രവചന ഗ്രന്ഥങ്ങളാ. ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസന്മാരിലൂടെ, ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിന്റെ ശ്രീകന്മാരിലൂടെ വെളിപ്പെടുത്തിയ ആത്മീയ ഗ്രന്ഥമാണ്. ഈ വചനത്തിന് ഓരോ ദിവസവും വില കൂടിയിട്ടേ ഉള്ളൂ. ആമേൻ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പഠിപ്പിക്കുക. 2 തിമോത്തിയിൽ പറയുക, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവവചനം പറയണം. ഞാൻ പറയുന്ന ഈ കാലഘട്ടം ദൈവവചനം ശക്തമായി പ്രഘോഷിക്കപ്പെടേണ്ട കാലഘട്ടമാ. ഈ കാലഘട്ടത്തിൽ ആ ദൈവവചനത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. ഈ ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങൾ ദൈവജനത്തിന് കൂട്ടിക്കണം. മത്തായി സുവിശേഷം 24:45 ഒരു വചനമുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ, തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യനാരാണ്? കണ്ടോ വചനം കേട്ടോ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യമായ ഭക്ഷണം. ദൈവമക്കളെ, ഈശോ പറഞ്ഞ, സ്വർഗം പറഞ്ഞ 2 ഭക്ഷണമാ ഉള്ളത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ
ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായി കഴിക്കുന്ന ഭക്ഷണമല്ല. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, ഈശോ പഠിപ്പിക്കുന്ന രണ്ട് ഭക്ഷണമാ. ഒന്ന് പരിശുദ്ധ കുർബാന എന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 14 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ പരിശുദ്ധ കുർബാന എന്ന ഭക്ഷണവും, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ മിശിഹ മാമോദീസ സ്വീകരിച്ച് സ്നാനക്കടവിൽ നിന്ന് നേരെ മരുഭൂമിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവന് വിശന്നപ്പോൾ 40-ാം നാൾ സാത്താൻ വന്ന് അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കല്ലിനെ അപ്പമാക്കാൻ പറയുമ്പോൾ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട്. അതായത് ദൈവഭവനത്തിൽ കൃത്യതയോടെ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ വചനവും കൊടുക്കുന്നവരാ യഥാർത്ഥ ദൈവ ശുശ്രൂഷകൻ.